സതീശനുമായി കൊമ്പുകോർത്ത് കോൺഗ്രസ് യുവ എംഎൽഎമാർ. കോൺഗ്രസ് എംഎൽഎമാരുടെ യോഗത്തിൽ സതീശന് രൂക്ഷ വിമർശനം. വാദപ്രതിവാദങ്ങൾ കടത്തതോടെ മതി നിർത്ത്, ഇനിയും സംസാരിക്കരുതെന്ന് വിലക്കി സതീശൻ. ഈ നിലപാട് അഹങ്കാരമായി വിശേഷിപ്പിച്ച് എംഎൽഎമാർ. കോൺഗ്രസിൽ കലാപം രൂക്ഷം, പരാജയഭീതിയിൽ സതീശൻ. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിനിടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും എംഎൽഎമാരുമായി രൂക്ഷമായ അഭിപ്രായ ഭിന്നതയുണ്ടായതായി റിപ്പോർട്ടുകൾ. പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ വിളിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടെന്നാരോപിച്ചായിരുന്നു തർക്കം ഉടലെടുത്തത്. വി.ഡി. സതീശനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ അതൃപ്തി പുകയുന്നതിനിടെയാണ് അദ്ദേഹത്തിനെതിരെ ചില എംഎൽഎമാരും ഇപ്പോൾ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. NSSും കോൺഗ്രസും തമ്മിലെ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. ഇതിനിടെയാണ് പ്രതിപക്ഷ നേതാവും എംഎൽഎമാരും തമ്മിലുള്ള പുതിയ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. സ്ഥിരമായി പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുന്നതിൽ പാർട്ടി നേതൃത്വം തികഞ്ഞ പരാജയമാണെന്നും വി.ഡി. സതീശൻ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുന്ന രീതി ശരിയല്ലെന്നും എംഎൽഎമാർ വിമർശനമുന്നയിച്ചു. സതീശനെതിരെ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമാണെന്ന വാദത്തെ സാധൂകരിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പാർലമെന്ററി പാർട്ടി യോഗം തുടങ്ങിയതോടെ എംഎൽഎമാർ പ്രതിഷേധ സ്വരമുയർത്തി തുടങ്ങി. സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ചെറുപ്രസംഗത്തോടെ യോഗം അവസാനിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ BJP നേതാവ് പ്രിന്റു മഹാദേവ് ടെലിവിഷൻ ചർച്ചയ്ക്കിടെ നടത്തിയ ഭീഷണി പരാമർശത്തിൽ പോലീസ് നിഷ്ക്രിയത്വത്തിനെതിരായ പ്രതിഷേധത്തിൽ തനിക്കും വി.ഡി. സതീശനും പങ്കെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം യോഗം പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ഇത് ചില എംഎൽഎമാരെ ചൊടിപ്പിച്ചു. യോഗം പെട്ടെന്ന് നിർത്തിവെക്കാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനത്തെ അവർ ചോദ്യം ചെയ്തു. CR മഹേഷ്, മാത്യു കുഴൽനാടൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയും നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥത ചോദ്യം ചെയ്തും കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ കൊടുങ്കാറ്റ് അഴിച്ചുവിടുകയായിരുന്നു എംഎൽഎമാർ. യോഗം അപ്രതീക്ഷിതമായി അവസാനിച്ചതിനെതിരെയായിരുന്നു എംഎൽഎമാരുടെ പ്രതിഷേധം. വി.ഡി. സതീശന്റെ നിലപാട് അഹങ്കാരം നിറഞ്ഞതാണെന്നും എംഎൽഎമാർ തുറന്നടിച്ചു. തിങ്കളാഴ്ച ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ 5 മിനിറ്റിനകം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് യോഗം പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിച്ചതാണ് തർക്കങ്ങൾക്ക് തിരികൊളുത്തിയത്. രാഹുൽ ഗാന്ധിക്കെതിരായ BJP നേതാവിന്റെ ഭീഷണിക്കെതിരെ നടക്കുന്ന പ്രതിഷേധത്തിൽ തങ്ങൾക്കും സതീശനും പങ്കെടുക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സണ്ണി ജോസഫിന്റെ നീക്കം. എന്നാൽ യോഗം പെട്ടെന്ന് അവസാനിപ്പിച്ചതിനെ എംഎൽഎമാർ ശക്തമായി ചോദ്യം ചെയ്തു. കരുനാഗപ്പള്ളി MLA CR മഹേഷും മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനുമാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. കഴിഞ്ഞ 4.5 വർഷത്തിനിടെ 2-3 തവണ മാത്രമാണ് നിയമസഭാ കക്ഷിയോഗം ചേർന്നതെന്നും അതാവട്ടെ ഒരു ചർച്ചയും ഫലത്തിലെത്തിക്കാതെ അവസാനിപ്പിക്കുകയാണെന്നുമായിരുന്നു എംഎൽഎമാർ ചൂണ്ടിക്കാട്ടിയത്. 20 കോൺഗ്രസ് അംഗങ്ങൾ മാത്രമുള്ള സഭയിൽ പോലും യോഗങ്ങൾ കൃത്യമായി വിളിച്ചു ചേർക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടുവെന്നും അവർ തുറന്നടിച്ചു. ഈ വീഴ്ചകൾ UDFന്റെ ഫ്ലോർ മാനേജ്മെന്റ് പലതവണ പരാജയപ്പെടുന്നതിന് കാരണമായെന്നും എംഎൽഎമാർ കുറ്റപ്പെടുത്തി. യോഗത്തിലെ വാദപ്രതിവാദങ്ങൾ കടത്തതോടെ മതി നിർത്ത്, ഇനിയും സംസാരിക്കരുതെന്ന് പറഞ്ഞ് സതീശൻ ഇടപെട്ടത് എംഎൽഎമാരെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ഉണ്ടായത്. സതീശന്റെ ഈ നിലപാട് അഹങ്കാരമായി എംഎൽഎമാർ വിശേഷിപ്പിക്കുകയും ചെയ്തു. നിയമസഭാ കക്ഷി യോഗങ്ങൾ വിളിച്ചു ചേർക്കാതെ പ്രശ്നങ്ങളിൽ പ്രതികരിക്കാൻ എംഎൽഎമാർക്ക് മറ്റെവിടെയാണ് വേദിയെന്നാണ് അവർ ചോദ്യമുയർത്തിയത്. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരുന്നിട്ടും സ്വന്തം പാർട്ടിക്കകത്തെ ചർച്ചകൾ പോലും ഫലപ്രദമായി നയിക്കുന്നതിൽ സതീശൻ തികഞ്ഞ പരാജയമാണെന്ന് അവർ കുറ്റപ്പെടുത്തി. പാലക്കാട്, പുനലൂർ മണ്ഡലങ്ങളിലെ തിളക്കമാർന്ന വിജയത്തോടെ അടുത്ത മുഖ്യമന്ത്രി എന്ന് കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും വാഴ്ത്തിപ്പാടിയ വി.ഡി. സതീശന്റെ പാർട്ടിക്കുള്ളിലെ ഇന്നത്തെ അവസ്ഥ പരമദയനീയമാണെന്നാണ് പറയപ്പെടുന്നത്. മുതിർന്ന നേതാക്കളും യുവ നേതാക്കളും ഒറ്റക്കെട്ടായി സതീശനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാതിരിക്കാനുള്ള കളികളുടെ ഭാഗമായി നടക്കുന്ന നാടകങ്ങളാണിതെല്ലാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.